ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സിനിമയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്, ഒരു സൈഫൈ മൂവിയാണ്, ഒരു ആക്ഷൻ മൂവിയാണ്, ഒരു കിടിലൻ ത്രില്ലറാണ്. കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ കാലഘട്ടത്തിൽ കുറ്റവാളികൾ ഒരുപാട് കൂടുകയാണ്. സാധാരണ ഒരു മനുഷ്യനായിട്ടുള്ള ജഡ്ജിനെ കൊണ്ടൊന്നും ഈ കേസ് മുഴുവൻ പഠിച്ച് അതിനൊരു വിധി പ്രഖ്യാപിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം കൊണ്ടുവരികയാണ്, മെഡോക്സ് ആണ് ഇപ്പൊ ഈ നഗരത്തിലെ ജഡ്ജ് എന്ന് പറയുന്നത്. ഈ മെഡോക്സിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്നറിയോ? അവളുടെ മുന്നിൽ ഒരു ചെയർ ഉണ്ട്. ആ ചെയറിൽ ഒരു കുറ്റവാളിയെ കൊണ്ടുവരുത്തും. അയാൾക്ക് പിന്നീട് 90 മിനിറ്റ് സമയം കൊടുക്കും. അതായത് ഇയാൾ കുറ്റവാളിയായിട്ടാണല്ലോ അറസ്റ്റ് ചെയ്തിട്ടാണല്ലോ അവിടെ കൊണ്ടുവരുത്തുന്നത്. താൻ കുറ്റവാളിയല്ലാന്ന് അയാൾക്ക് ഈ 90 മിനിറ്റ് കൊണ്ട് തെളിയിക്കാൻ പറ്റിയാൽ ഇയാളുടെ ജീവൻ രക്ഷപ്പെടും. ഇനി അതിന് പറ്റിയില്ലെങ്കിൽ ആ ചെയറിൽ വെച്ച് തന്നെ മെഡോക്സ് എന്ന ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അയാളെ ഷോക്ക് അടിപ്പിച്ച് കൊന്നുകളയും. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതുപോലെ ജഡ്ജായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ പോവാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ കഥയുടെ ഹീറോ ആയിട്ടുള്ള ക്രിസ് ബോധം വന്ന് നോക്കുമ്പോൾ അവനിപ്പോ ഇരിക്കുന്നത് ആ ചെയറിലാണ്. എന്തിനാണെന്നല്ലേ? അവന്റെ ഭാര്യയെ കൊന്നതിന്റെ പേരിൽ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോയ്ക്ക് അവന്റെ ഭാര്യ മരിച്ച കാര്യം പോലും അറിയില്ലായിരുന്നു കേട്ടോ. എന്തായാലും അവന്റെ മുന്നിൽ ഇനി 90 മിനിറ്റ് ഉണ്ട്. ആ 90 മിനിറ്റ് കൊണ്ട് അവൻ അവന്റെ നിരപരാധിത്വം തെളിയിക്കണം. തെളിയിച്ചില്ലെങ്കിൽ അവന്റെ ജീവൻ ആ ചെയറിൽ വെച്ച് പോകും. അപ്പൊ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പൊ നേരെ നമുക്ക് ഈ ഒരു കഥയിലേക്ക് കിടക്കാം, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ റൂം, അതിന്റെ ഒത്ത നടുവിലായിട്ട് ഒരു ചെയർ ഉണ്ട്. ആ ചെയറിൽ കെട്ടിയിട്ടിരിക്കുന്ന നമ്മുടെ കഥാനായകനെ കാണിക്കുകയാണ്. അവന്റെ പേര് ക്രിസ് എന്നാണ്. എന്നാൽ ക്രിസിനെ ഇപ്പൊ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്ന ഈ സ്ഥലം അത് ഏതാണ്? അതറിയണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാലം കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. ടെക്നോളജി എല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ് ആയിരിക്കുകയാണ്. എന്നാൽ അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ വളർന്നിരിക്കുകയാണ്. അതുതന്നെ ക്രൈം. ഒരുപാട് കുറ്റവാളികൾ, ഒരുപാട് ക്രൈംസ്. ഗവൺമെന്റിന് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ പരിധിയിൽ നിന്നും ഇതെല്ലാം പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ ക്രിമിനൽസ് ജീവിക്കുന്ന ആ ഒരു ഏരിയ, അത് സാധാരണക്കാരുടെ ഏരിയയിൽ നിന്നും ഗവൺമെന്റ് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസവും ഒരുപാടധികം കേസുകളാണ് വരുന്നത്. സാധാരണ ഒരു മനുഷ്യൻ ഒരു കോടതിയിൽ പോയിരുന്ന് ഈ കേസുകളെല്ലാം പഠിച്ച് അതിനൊരു വിധി പറയുമ്പോഴേക്കും ഒരുപാട് ടൈം ആവും. അതുകൊണ്ട് തന്നെ ക്രിമിനൽസ് അവർക്ക് കിട്ടേണ്ട ആ ഒരു ശിക്ഷയുണ്ടല്ലോ, അത് വൈകിപ്പോവും. ചിലപ്പോഴൊക്കെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാം. എന്നാൽ ഈ പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഗവൺമെന്റ് തന്നെ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുകയാണ്, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് കോർട്ട്. അതിന്റെ പേരാണ് മെഡോക്സ് ശരിക്കും ഒരു കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിനെ പോലെ തന്നെയാണ്. ആ AI പ്രോഗ്രാമിന്റെ മുന്നിലേക്ക് വരുന്ന ഓരോ ആൾക്കാരുടെയും എല്ലാ ഡീറ്റെയിലും ശേഖരിക്കാനായിട്ടുള്ള ടാലന്റും കഴിവും ടെക്നോളജിയും മെഡോക്സിന്റെ കയ്യിലുണ്ട്. അവരുടെ ഫോണ്, അവർ പോയ സ്ഥലങ്ങൾ, അവിടുത്തെ CCTV. സോ ആ ഏരിയയിലുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള ഏത് കാര്യങ്ങളും ഹാക്ക് ചെയ്ത് അതിലൂടെ പെട്ടെന്ന് വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് മെഡോക്സിന് കഴിയും. അതുകൊണ്ട് തന്നെ ഒരുപാട് കേസുകൾ വന്നാലും ഈ ഒരു AI സിസ്റ്റത്തിന് പെട്ടെന്ന് തന്നെ ഈ വരുന്ന ആൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേട്ടോ. അതിനായിട്ട് ഈ കുറ്റവാളികളെ ഒരു ചെയറിൽ കൊണ്ടേയിരുത്തും. 90 മിനിറ്റ് അവർക്ക് സമയം കൊടുക്കും. ഈ സമയത്തിനുള്ളിൽ അവർക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അവർ കുറ്റവാളികളാണോ അല്ലെങ്കിൽ നിരപരാധിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ബോധിപ്പിക്കാം. സപ്പോസ് കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെയറിൽ വെച്ച് തന്നെ മെഡോക്സ് എന്ന ആ ഒരു AI അവന് ആവശ്യമായിട്ടുള്ള പണിഷ്മെന്റ്, അത് വധശിക്ഷയാണെങ്കിലും അത് കൊടുത്തിരിക്കും. അതുപോലെ ഈ കോടതിക്ക് പറയുന്ന പേരാണ് മേഴ്സി കോർട്ട്. അപ്പൊ ഈ ഒരു മേഴ്സി കോർട്ടിലേക്കാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ക്രിസിനെ കൊണ്ടുവരുത്തിയിട്ടുള്ളത്. അവൻ ഇപ്പോഴാണ് ബോധം വരുന്നത്. കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവൻ ആ ഒരു മേഴ്സി കോർട്ടിലാണ്. അവൻ ഞെട്ടിപ്പോയി. എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേന്നൊക്കെ ആ ഒരു AI മെഡോക്സിനോട് ചോദിക്കുന്നുണ്ട്. ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന് കൊടുത്തിരിക്കുന്നത് ഒരു സ്ത്രീയുടെ രൂപമാണ്. സോ മെഡോക്സ് ഇപ്പോൾ അവനോട് സംസാരിക്കുകയാണ്. നീ ഒരു കൊലപാതകം ചെയ്തു, അതുകൊണ്ടാണ് നിന്നെ ഈ ചെയറിൽ കൊണ്ടുവരുത്തിയിട്ടുള്ളത്. ഇപ്പൊ ഒന്നും അറിയാത്ത ക്രിസ് പറയണം, നിങ്ങൾ എന്തീ പറയുന്നത്? ഞാൻ കൊലപാതകം ചെയ്തു എന്നോ? ഞാനൊരു പോലീസുകാരനാണ്. അതുപോലെ തന്നെ ഈ മേഴ്സി കോർട്ടിലേക്ക് ആദ്യമായിട്ടൊരു കുറ്റവാളിയെ കൊണ്ടത് ഞാനാണ്. അവന് പണിഷ്മെന്റ് മേടിച്ചു കൊടുത്തത് ഞാനാണ്. ഇപ്പൊ മെഡോക്സ് പറയാണ്, അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ക്രിസെ. നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ഭാര്യയെ കൊന്നതിന്റെ പേരിലാണ്. ഇത് കേട്ട ക്രിസ് ആകെ ഞെട്ടിപ്പോണ്. എന്റെ ഭാര്യയെ കൊന്നോ? അവള് മരിച്ചോ? അതിന് അവൾക്കൊരു കുഴപ്പമില്ലല്ലോ. ഈ സമയത്ത് മെഡോക്സ് ചില വിഷ്വൽസ് കാണിച്ചു കൊടുക്കാം. സംഭവം നടന്ന സ്ഥലത്തേക്ക് പോലീസുകാർ പോയിട്ടുണ്ടല്ലോ. സോ അവരുടെ യൂണിഫോമിൽ ഉണ്ടായിരുന്ന ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് ആണ്. അവരിപ്പോ ക്രിസിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഒരു കത്തി കൊണ്ട് വയറ്റിൽ കുത്തേറ്റ് കിടക്കുന്ന അവന്റെ ഭാര്യയായിട്ടുള്ള സൂസനെ കാണിക്കുകയാണ്. മാത്രമല്ല സൂസന്റെ അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരുടെ മകളായിട്ടുള്ള ബെറ്റിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ സൂസനോട് പറയണം, പേടിക്കേണ്ട മാഡം, നിങ്ങൾ എന്തായാലും ഞങ്ങളെ രക്ഷപ്പെടുത്തും. പക്ഷെ അതിനു മുന്നേ നിങ്ങളൊരു കാര്യം പറയണം, ആരാണ് നിങ്ങളെ കത്തി വെച്ച് കുത്തിയത്? ഇപ്പൊ അവസാനമായിട്ട് സൂസന് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ അത് അവളുടെ ഭർത്താവിന്റെ പേരായിരുന്നു, ക്രിസ് എന്ന്. അതോടെ സൂസൻ മരണപ്പെടുകയാണ്. അങ്ങനെയാണ് ക്രിസ് ആണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പോലീസുകാർ മനസ്സിലാക്കിയത്. സോ ആ വിഷ്വലെല്ലാം മെഡോക്സ് ഇപ്പോൾ ക്രിസിന് കാണിച്ചു കൊടുക്കുകയാണ്. ക്രിസ് ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അതായത് ഭാര്യ മരിച്ചു എന്നുള്ള കാര്യം അവനിപ്പോൾ മനസ്സിലായി. പക്ഷെ ആ ഒരു കൊലപാതകം ചെയ്തത് അവനല്ല എന്ന് അവന് ഉറപ്പാണ്. പക്ഷെ ഇന്നലെ രാത്രിയിൽ ക്രിസ് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്.
ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ക്രിസ് ഇപ്പോൾ മെഡോക്സിനോട് പറയാണ്, നീ ശരിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. ഞാൻ ആ ഒരു കൊലപാതകം ചെയ്തിട്ടില്ല, കാരണം ഞാൻ അവളും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അവളെ കൊല്ലേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഇപ്പൊ മെഡോക്സ് പറയാണ്, ക്രിസെ നിന്നെ പോലുള്ള എല്ലാ കുറ്റവാളികളും ഇവിടെ വന്നിരുന്നാൽ പറയുന്ന കാര്യം ഇത് തന്നെയാണ്, ഞാൻ നിരപരാധിയാണ്. പക്ഷേ ഇവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുള്ളൂ. 10 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയതും പിന്നീട് പല സ്ഥലത്ത് വെച്ച് നിങ്ങൾ മീറ്റ് ചെയ്തതും ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നീ പറഞ്ഞതുപോലെ തന്നെ നീ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. പക്ഷേ നിന്റെയും നിന്റെ ഭാര്യയ്ക്കിടയിലും കാര്യമായിട്ട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പല CCTV വിഷ്വൽ പരിശോധിക്കുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ക്രിസ് പറയാണ്, പ്ലീസ് ദയവ് ചെയ്ത് എന്നൊന്ന് മനസ്സിലാക്ക്. ആദ്യമായിട്ട് ഈ മേഴ്സി കോർട്ടിലേക്ക് ഒരു പ്രതിയെ കൊണ്ടുവന്ന ആളാണ് ഞാൻ, ഒരു പോലീസുകാരനാണ് ഞാൻ. പിന്നീട് ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഡേവിഡ് എന്ന ഒരു കൊലയാളിക്ക് ഞാൻ പണിഷ്മെന്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്, ഞാൻ നിരപരാധിയാണ്. ഇപ്പൊ മെഡോക്സ് വീണ്ടും പറയാണ്, അതൊന്നും ഇവിടെ തെളിവായിട്ട് എടുക്കാൻ കഴിയില്ല. നിനക്ക് ഞാൻ 90 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ നീയല്ല ഈ കൊലപാതകം ചെയ്തേ എന്ന് നിനക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. അല്ലെങ്കിൽ ആ ചെയറിൽ വെച്ച് തന്നെ നിന്നെ ഞങ്ങൾ കൊന്നുകളയും. സോ നിന്റെ ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നീട് ആ ഒരു കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ പേടിച്ചു പോയി ക്രിസ് പറയുന്നുണ്ട്, പ്ലീസ് ഇത് തുടങ്ങരുത്, നിർത്തുന്ന് പറയാണ്. ഇതേ നേരം തന്നെ മെഡോക്സ് പറയാണ്, ക്രിസെ നിനക്കെതിരായിട്ടുള്ള തെളിവുകൾ ഇതാ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഒരു CCTV വിഷ്വൽ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് സൂസൻ മരിച്ചു എന്ന് പറയുന്ന ദിവസം രാവിലെ 9:30 വീട്ടിലേക്ക് ക്രിസ് പോയിട്ടുണ്ട്. അവൻ വീട്ടിലേക്ക് എത്തി വാതിൽ തട്ടുകയാണ്. എന്നാൽ വാതിൽ തുറക്കാൻ സൂസൻ തയ്യാറായിരുന്നില്ല. അവൾ അവന് ചീത്ത പറയുന്നുണ്ട്, നീ ഒരു കുടിയനാണ്, ഇനി നിന്റെ കൂടെ ഒത്തുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല, നീ ഇവിടെ ഇറങ്ങി പോന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് ഉള്ളിൽ നിന്നും വഴക്കിടുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട് ദേഷ്യം വന്ന ക്രിസ് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാമറ അടിച്ചു പൊളിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്ന് ഉള്ളിലേക്ക് പോയി അതിന്റെ ഉള്ളിൽ നിന്നും രണ്ടുപേരും നന്നായിട്ട് വഴക്കിട്ട്. പിന്നീട് ഒരു ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴാണ് ക്രിസ് പുറത്തേക്ക് വരുന്നത്. അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് വീട്ടിലേക്ക് ഇവരുടെ മകളായിട്ടുള്ള ബെറ്റി വരുന്നത്. ബെറ്റി വീട്ടിന്റെ ഉള്ളിൽ പോയപാട് തന്നെ കാണുന്ന കാഴ്ച അവിടെ കുത്തേറ്റ് കിടക്കുന്ന സൂസനെയാണ്. പിന്നീട് പേടിച്ച് നിലവിളിച്ച ബെറ്റി തന്നെയാണ് പോലീസിനോട് ഈ കാര്യം വിളിച്ചു പറഞ്ഞത്. അതും പോരാത്തതിന് കുത്തേറ്റ് കിടന്ന സൂസന്റെ വയറ്റിലുണ്ടായ ആ കത്തിയിൽ നിന്റെ ഫിംഗർ പ്രിന്റ് ആയിരുന്നു ഉണ്ടായത്. അതുപോലെ തന്നെ നിന്റെ വസ്ത്രത്തിന്റെ പല അടയാളങ്ങളും അവളുടെ ദേഹത്തായിട്ടുണ്ടായിരുന്നു. ഫോറൻസിക് ടെസ്റ്റിലൂടെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. പിന്നീട് ഈ കൊലപാതകം കഴിഞ്ഞാണ് ക്രിസ് നീ നേരെ ബാറിലേക്ക് കുടിക്കാൻ വേണ്ടി പോയത്. ഇത് കേട്ടപ്പോൾ ക്രിസ് പറയണ, ഇല്ല ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല, നിങ്ങൾ വെറുതെ നുണ പറയാൻ നോക്കുകയാണ്, അതായത് എന്നെ കുറ്റവാളിയാക്കാൻ നോക്കുകയാണ് നിങ്ങൾ. ഇപ്പൊ മെഡോക്സ് പറയാണ്, ക്രിസെ നീ എത്ര നുണ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ ബ്ലഡ് ഞങ്ങൾ ചെക്ക് ചെയ്തു, അതിൽ ആൽക്കഹോളിന്റെ അംശമുണ്ട്. ഇനി നിനക്ക് തെളിവുകൾ കാണണമെങ്കിൽ ദാ ഒരു CCTV വിഷ്വൽ ഉണ്ട്, അത് നീ കണ്ടെന്ന് പറഞ്ഞിട്ട് ബാറിലെ CCTV വിഷ്വൽ കാണിച്ചു കൊടുക്കുകയാണ്. ക്രിസ് അവിടെ ഇരുന്ന് നന്നായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം അവന്റെ അരികിലേക്ക് പോലീസുകാർ വരുന്നുണ്ട്, അവനെ വിളിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. എന്നാൽ ക്രിസ് അവരോട് വഴക്കുണ്ടാക്കി അവിടെ ഒരു അടിയും പിടിയൊക്കെ ഉണ്ടാവുകയാണ്. മദ്യപിച്ച് ബോധമില്ലാതിരുന്ന ക്രിസിനെ പിന്നീട് പോലീസുകാർ അടിച്ചു തൂക്കി അവിടുന്ന് പിന്നീട് എടുത്തു കൊണ്ടുപോകാനുണ്ടായത്. ഇതെല്ലാം കണ്ട് ക്രിസ് ആകെ ഞെട്ടിപ്പോവാണ്. അതായത് ഈ കാര്യമൊന്നും അവന് ഓർമ്മ വരുന്നില്ല. മദ്യത്തിന്റെ ലഹരിയിൽ അവൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അവൻ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇതുവരെ ആ നേരത്തെ എന്താണ് വ്യക്തമായി സംഭവിച്ചതെന്ന് അവൻ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. വീണ്ടും ക്രിസ് പറയുന്നുണ്ട്, ആ കൊലപാതകം അത് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ മെഡോക്സ് പറയണ, അങ്ങനെയാണെങ്കിൽ നീ അത് തെളിയിക്ക്. ഇപ്പൊ ക്രിസ് വേഗം തന്നെ മകളായിട്ടുള്ള ബെറ്റിയോട് ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടി മെഡോക്സിനോട് പറയുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ ഒരു പെർമിഷൻ ചോദിക്കണമല്ലോ. ആ പെർമിഷൻ മെസ്സേജ് ഇപ്പൊ ബെറ്റിക്ക് അയച്ചിട്ടുണ്ട്. ഇതേ നേരം തന്നെ തന്റെ കൂട്ടുകാരനായിട്ടുള്ള റോബ് നെൽസൺ അവന്റെ ഫോണിലേക്ക് ഒന്ന് കണക്ട് ചെയ്തരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ മെഡോക്സ് അത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫോൺ എടുത്തപാട് തന്നെ റോബ് ചോദിക്കുകയാണ്, ക്രിസെ എന്താ പറ്റിയത്, നീ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ഈ സമയത്ത് ക്രിസ് പറയുന്നുണ്ട്, റോബെ പ്ലീസ് ദയവ് ചെയ്ത് നീ എന്നൊന്ന് വിശ്വസിക്കുക, എടാ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ്. ഇപ്പൊ റോബ് പറയാണ്, ക്രിസെ നീ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, തെളിവുകൾ മുഴുവൻ നിനക്കെതിരാണ്. ന്യൂസ് ചാനലിലൊക്കെ ഈ കാര്യങ്ങളാണ് ഫുൾ ടൈം ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോബ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കോള് പെട്ടെന്ന് തന്നെ കട്ടായി പോവാണ്. ഇതിനുശേഷം മെഡോക്സ് ക്രിസിനോട് പറയുന്നുണ്ട്, നിന്റെ സമയം വെറുതെ നശിപ്പിക്കാൻ പാടില്ല, അവനോട് സംസാരിച്ചുകൊണ്ട് നിന്നാൽ നിനക്ക് യാതൊരു തെളിവും കിട്ടാൻ പോകുന്നില്ല. സോ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ അത് ചെയ്യുന്നു പറയാം. അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്രെഡ് റോയവേൽ അവന് വിളിക്കുന്നു പറയാണ്. ഇതേ നേരം തന്നെ മെഡോക്സ് പറയാണ്, ക്രിസ് നീ മറന്നുപോയോ, നിന്റെ ആ സുഹൃത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അത് നിനക്ക് ഓർമ്മയില്ലേ, ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു തരാന്ന് പറയാണ്. ഒരു ദിവസം ക്രിസ് വീട്ടിലേക്ക് കയറി വരികയാണ്. അന്ന് അവൻ അത്ര മദ്യപിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. ഇപ്പൊ അവന്റെ ഭാര്യ സൂസൻ ചോദിക്കുന്നുണ്ട്, ക്രിസ് എന്താ പറ്റിയത്? വളരെ വിഷമത്തോട് കൂടിയിട്ട് ക്രിസ് ഇപ്പോ ഭാര്യയോട് പറയാണ്, എന്റെ സുഹൃത്തില്ലേ റേ, ഒരു ക്രിമിനലിനെ പിടിക്കാൻ പോയ സമയത്ത് അവൻ വെടിയേറ്റ് മരണപ്പെട്ടു എന്ന് പറയാണ്. ഈ ഒരു സംഭവം ക്രിസിനെ വല്ലാതെ എഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് അവനിങ്ങനെ കള്ള് കുടിക്കാൻ തുടങ്ങിയത് തന്നെ. പിന്നീട് ഭാര്യയുമായിട്ട് വഴക്കിടാൻ തുടങ്ങി. ഇതിങ്ങനെ കൂടുതലായി വന്ന സമയത്ത് സൂസൻ അവളുടെ അച്ഛനും അമ്മയ്ക്കും മെസ്സേജ് വരെ അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ക്രിസിന്റെ സ്വഭാവം വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടിച്ചു കഴിഞ്ഞ് ദേഷ്യം വരുന്ന സമയത്ത് ഭയങ്കര അഗ്രസീവായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. സോ ഈ മെസ്സേജുകളെല്ലാം ഇപ്പൊ ക്രിസിന് മെഡോക്സ് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് അവർക്കിടയിൽ നല്ല രീതിയിൽ വഴക്കുണ്ടായിരുന്നു എന്ന് ഇവിടെ വെച്ച് മെഡോക്സ് പ്രൂവ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും വഴക്ക് കൂടുമ്പോൾ ആ കാര്യങ്ങളെല്ലാം മകളായിട്ടുള്ള ബെറ്റി അവളുടെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും ക്രിസിന് അറിയില്ലായിരുന്നു കേട്ടോ. എന്തായാലും ബെറ്റി എടുത്തു വെച്ച കുറെ വീഡിയോസ് ഒക്കെ തെളിവായിട്ട് ഇപ്പോഴുണ്ട്. അതുകൊണ്ട് വീണ്ടും
കൺഫേം ചെയ്യാണ് സൂസന്റെയും ക്രിസിന്റെ ഇടയിൽ നല്ല വഴക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും അന്ന് ബെറ്റി എടുത്ത ആ ഒരു വീഡിയോസ് മുഴുവനായിട്ടും കാണിച്ചു കൊടുക്കാൻ വേണ്ടി മെഡോക്സിനോട് ക്രിസ് പറയുന്നുണ്ട്. അതെല്ലാം ക്രിസ് കാണുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വേറെ ഏതെങ്കിലും വീഡിയോ ഉണ്ടോന്ന് പറയുമ്പോൾ ഒരു വീഡിയോ കൂടെ ഇപ്പൊ മെഡോക്സ് അവന് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് മകളായിട്ടുള്ള ബെറ്റി അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നത്. ഇപ്പൊ ക്രിസ് പറയാണ്, ഏയ് അതിനൊരു സാധ്യതയില്ല, അവൾക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല, ഞാൻ അവളുടെ ഫോൺ ചെക്ക് ചെയ്യാറുള്ളതാണല്ലോ, അവളൊരു ചെറിയ കുട്ടിയല്ലേ. ഇതേ സമയത്ത് തന്നെ മെഡോക്സ് പറയാണ്, നിന്റെ മകൾ ബെറ്റിക്ക് 2 അക്കൗണ്ടുകളുണ്ട്. അതിൽ ആദ്യത്തെ അക്കൗണ്ടാണ് നീ പരിശോധിക്കുന്നത്, അവളുടെ രണ്ടാമത്തെ അക്കൗണ്ടിനെ കുറിച്ച് നിനക്ക് അറിയ പോലും ഇല്ലല്ലോ. അതിലാണ് അവളുടെ എല്ലാ ഉടായ്പ പരിപാടിയും അവൾ ചെയ്യാറ്. ആ അക്കൗണ്ടിൽ നിന്നാണ് ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ കിട്ടിയത്. ആ വീഡിയോയുടെ അവസാനത്തിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. അതായത് ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബെറ്റി പറയാണ്, ആ വാതിൽ അടക്കുന്ന ശബ്ദം കേട്ടു, അമ്മ വന്നു എന്ന് തോന്നുന്നിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പൊ ആ ഒരു വീഡിയോയിൽ അത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇതേ നേരം തന്നെ ബെറ്റിയോട് സംസാരിക്കാൻ വേണ്ടി ഒരു കോൾ റിക്വസ്റ്റ് മെഡോക്സ് കൊടുത്തായിരുന്നല്ലോ. അവൾ അത് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ കോള് കണക്ട് ആയിട്ടുണ്ട്. ക്രിസുമായിട്ട് ബെറ്റി സംസാരിക്കാൻ കേട്ടോ. അവളാകെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അച്ഛാ എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്, അമ്മ മരിച്ചുപോയി, അച്ഛൻ എവിടെയാണ്, എല്ലാവരും പറയുന്നത് അച്ഛനാണ് അമ്മയെ കൊന്നയെന്ന്, അതുകൊണ്ട് അച്ഛനെ പണിഷ് ചെയ്യാൻ വേണ്ടി മേഴ്സി കോർട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അച്ഛനിപ്പോ അവിടെയാണോ, എന്താ അച്ഛൻ ഇവിടെയൊക്കെ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോ ക്രിസ് പറയണ, മോളെ പേടിക്കേണ്ട, അച്ഛനൊന്നും ചെയ്തിട്ടില്ല, ഉറപ്പായിട്ടും അച്ഛൻ തിരിച്ചു വരും, മോള് പേടിക്കാതെ വീട്ടിലിരിക്കുന്നു പറയാണ്. പിന്നെ ആ ഒരു ഫോൺ കട്ടാവുന്നുണ്ട്. ഇതേ നേരം തന്നെ മെഡോക്സ് ക്രിസിനോട് പറയാണ്, ക്രിസെ നിന്റെ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി അധിക നേരമില്ല, 21 മിനിറ്റ് കഴിഞ്ഞു, ഇനി ആകെ ബാലൻസ് ഉള്ളത് 79 മിനിറ്റ് കൂടിയാണ്. ഇപ്പൊ ക്രിസ് ഒന്നുകൂടി ഉഷാറാവുകയാണ്. എന്റെ ഈ ഒരു കേസ് അന്വേഷിച്ചത് ആരാണ് ചോദിക്കുകയാണ്. അപ്പൊ മെഡോക്സ് മറുപടി കൊടുക്കുന്നുണ്ട്, നിന്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ജാക്ലിൻ ആണ് ഈ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതെന്ന് പറയാണ്. ഇപ്പൊ ജാക്ലിനോട് ആ ഒരു കോൾ കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ജാക്ലിനോട് ക്രിസ് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പിന്നീട് അവൾ കേസ് അന്വേഷിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡ്രോൺ വിഷ്വൽ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ജാക്ലിൻ പറയുന്നത് വീട് വിട്ട് ആരും പുറത്തേക്ക് പോയിട്ടില്ല, അതായത് നീ പറയുന്നത് പോലെ വേറെ ഒരു കൊലപാതകി ഇവിടെ വന്നിട്ടില്ല എന്നാണ് ആദ്യത്തെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. എന്തായാലും വീട്ടിന്റെ ഉള്ളിലേക്ക് അവളോടൊന്ന് പോകാൻ പറയുന്നുണ്ട്. അപ്പൊ അവളുടെ ദേഹത്തുള്ള ആ ഒരു ക്യാമറ വഴി അവിടെയുള്ള ഓരോ കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ക്രിസിന്. അപ്പൊ അവൻ മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങൾ മെഡോക്സിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് സൂസന്റെ ദേഹത്ത് നിന്നും അവന്റെ വസ്ത്രത്തിന്റെ ചില കാര്യങ്ങൾ സാമ്പിൾസ് കിട്ടിയെന്ന് പറയുന്നില്ലേ. കാരണം ഓൾറെഡി ക്രിസ് അവിടെ പോയിട്ടുണ്ട്, അവളുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പോട്ട് തകർന്നു കിടക്കുന്നുണ്ട്. ദേഷ്യത്തിൽ അത് ഈ ഒരു ക്രിസ് തന്നെയാണ് എറിഞ്ഞ് പൊളിച്ചത്. അതുപോലെ സൂസന്റെ വയറ്റത്തേക്ക് കുത്തിയ ആ ഒരു കത്തിയിൽ ഇവന്റെ ഫിംഗർ പ്രിന്റ് ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാന കാരണം സൂസന് കത്തി ഉപയോഗിക്കാൻ പേടി ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ പച്ചക്കറിയും ഇറച്ചിയും ഇതെല്ലാം മുറിച്ചു കൊടുക്കുന്നത് ക്രിസ് ആയിരുന്നു. സോ അവിടെയുള്ള എല്ലാ കത്തിയിലും അവന്റെ ഫിംഗർ പ്രിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ആ വീട്ടിൽ മുഴുവനായിട്ടും ക്രിസിന്റെ ഹെയറിന്റെ സാമ്പിൾസ് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എവിഡൻസ് ആയിട്ട് എടുക്കുകയാണ്. ഈ സമയത്ത് ഈ AI-നോട് ക്രിസ് ചോദിക്കുന്നുണ്ട്, അതെന്റെ വീടല്ലേ, പിന്നെ എന്റെ മുടി എങ്ങനെ അവിടെ ഇല്ലാതിരിക്കുക, അത് ശരിയാണ്, അതുകൊണ്ട് ഇതൊരു പ്രധാന എവിഡൻസ് ആയിട്ട് എടുക്കുന്നില്ല എന്ന് മെഡോക്സ് പറയാം. പിന്നീട് മെഡോക്സിനോട് മരിച്ചുപോയ ഭാര്യ സൂസൻ ഉണ്ടല്ലോ, അവളുടെ ഫോണിൽ സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പറയണം. മെഡോക്സ് പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ അയൽവാസികൾ, കൂട്ടുകാർ ഇവർക്കൊക്കെ അയച്ച മെസ്സേജുകളിൽ അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇതെല്ലാം പരിശോധിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സമയത്താണ് ക്രിസിന് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇന്നലെ രാത്രി അവളുമായിട്ട് വഴക്കുണ്ടായി കഴിഞ്ഞതിന് ശേഷം അവൾ ഒറ്റയ്ക്ക് റൂമിൽ പോയിട്ട് അവളുടെ ഫോണിൽ നിന്നും ആർക്കും കാര്യമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ വിവരം എന്താണ് മെഡോക്സിന് കിട്ടാതിരുന്നത്? അതിനർത്ഥം അവളുടെ രണ്ടാമത്തെ ഫോൺ ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നല്ലേ. അപ്പൊ ആ ഒരു കാര്യം മെഡോക്സിനോട് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ഇവരുടെ കോള് ജാക്ലിന് കണക്ട് ആവുന്നുണ്ട്. കാരണം ഈ കേസ് അന്വേഷിക്കുന്ന അവളാണല്ലോ. ഇപ്പൊ ജാക്ലിൻ പറയാണ്, സംഭവ സ്ഥലത്ത് വെച്ച് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു രണ്ടാമത്തെ ഫോൺ കിട്ടിയിട്ടില്ല. ഇപ്പൊ ക്രിസ് പറയാണ്, ഞാനൊരു നമ്പർ പറയും, അതിലേക്കൊന്ന് ഡയൽ ചെയ്ത് നോക്ക്. ആ പറഞ്ഞ നമ്പറിലേക്ക് ജാക്ലിൻ ഡയൽ ചെയ്ത് നോക്കിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിന്റെ ഉള്ളിലായിരുന്നു സൂസന്റെ ആ രണ്ടാമത്തെ ഫോൺ ഉണ്ടായിരുന്നത്. പിന്നീട് ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിലൊരാൾക്ക് ഇന്നലെ രാത്രി സൂസൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയാളുടെ പേര് പാട്രിക് ബെർഗ് എന്നായിരുന്നു. വേഗം തന്നെ അയാളുടെ നമ്പർ എടുത്ത് അതിലേക്കൊരു കോള് ഇപ്പൊ ഈ ഒരു മെഡോക്സ് ചെയ്യാണ് കേട്ടോ. പക്ഷേ മേഴ്സി കോട്ട് ഇവിടുന്ന് ഒരു കോള് അവന്റെ ഫോണിലേക്ക് വന്ന സമയത്ത് ആ പയ്യൻ ആകെ പേടിച്ചു പോവാണ്. അവൻ ആ കോൾ എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം വൈകുന്തോറും ക്രിസിന് അവൻ നിരപരാധിയാണ് ഇത് തെളിയിക്കാനുള്ള അവസരം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജാക്ലിനോട് ഈ പറക്കുന്ന ബൈക്ക് ഉണ്ടല്ലോ അതുമായിട്ട് ഈ പറഞ്ഞ പാട്രിക് ബെർഗിന്റെ ആ ഒരു ലൊക്കേഷൻ ഇപ്പൊ മെഡോക്സ് ട്രേസ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറയണം. ഞാൻ പറഞ്ഞല്ലോ കഥ നടക്കുന്നത് കുറച്ചുകൂടെ ഫ്യൂച്ചറിലാണ്. സോ ടെക്നോളജി ഒക്കെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിരിക്കും. അങ്ങനെ പാട്രിക് ബെർഗിന്റെ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ ജാക്ലിൻ എത്തിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു ബൈക്കും പോലീസുകാരും ഇവരെല്ലാം കണ്ട സമയത്ത് അവനാകെ പേടിച്ചു പോവാണ്. അവൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ഇതെല്ലാം ലൈവായിട്ട് തന്നെ മെഡോക്സും പിന്നെ അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു ഡിജിറ്റൽ സ്ക്രീനിലൂടെ ക്രിസും കാണുന്നുണ്ട്. ഇപ്പൊ അവൻ ഇറങ്ങി ഓടുന്നത് കണ്ടപ്പോൾ തന്നെ ക്രിസ് മെഡോക്സിനോട് പറയുന്നുണ്ട്, കണ്ടോ അവൻ പേടിച്ചു ഓടുന്നത്, അതായത് അവൻ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അറിയാം. സൂസന്റെ മരണത്തിൽ അവൻ എന്തോ പങ്കുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവനെ പിടിച്ച് ചോദ്യം ചെയ്താൽ എന്റെ നിരപരാധിത്വം നിങ്ങൾക്ക് മനസ്സിലാവുന്നു പറയണം. എന്തായാലും ഓടി രക്ഷപ്പെട്ട ഈ ഒരു പാട്രിക്കിനെ അവന്റെ പിന്നാലെ ചെന്ന് ജാക്ലിൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തിനാണ് അവന്റെ അടുത്ത് ഓടിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയണം, അത് പിന്നെ പോലീസുകാർ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. അതുപോലെ തന്നെ ഈ മേഴ്സി കോടതിയിൽ നിന്നും എനിക്ക് കോള് വന്നപ്പോൾ അപ്പോഴും ഞാൻ പേടിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തത്, അല്ലാതെ വേറൊന്നും ഇല്ല എന്ന് പറയണം. ഇപ്പൊ ഡയറക്റ്റ് ഒരു കോള് ചെയ്ത് ഈ ക്രിസ് തന്നെ ഈ പാട്രിക്കുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് പല തവണ പാട്രിക്കുമായിട്ട് സൂസൻ സംസാരിച്ചിട്ടുണ്ട്. അവനെ
കാണാനായിട്ട് അവന്റെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ എന്താണ് അവർക്കിടയിലുള്ള ഡീലിംഗ് എന്ന് ക്രിസ് അവനോട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പാട്രിക്ക് പറയുന്നത് ശരിയാണ്, സൂസൻ പലതവണ എന്നെ കാണാൻ എന്റെ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ അവൾ ഭയങ്കരമായിട്ടൊരു ഏകാന്തത അനുഭവിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും സംസാരിക്കാനും അവൾക്കൊരാൾ വേണമായിരുന്നു. അതുകൊണ്ട് അവളുടെ ഒരു നല്ല ഫ്രണ്ടായിട്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ അവളുടെ കൂടെയുണ്ട് എന്ന് കരുതി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വേറെ യാതൊരു ബന്ധവുമില്ല. പിന്നീട് മെഡോക്സ് തന്നെ പാട്രിക് ബെർഗിന്റെ ആ ഒരു ഫോണും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അൺയൂഷ്വൽ ആയിട്ടുള്ള മെസ്സേജോ കാര്യങ്ങളോ ഒന്നും അതിലില്ല. ക്രിസുമായിട്ട് വഴക്കിട്ടതിന് ശേഷം ആ ഒരു സങ്കടമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചുമ്മാ എന്തെങ്കിലും ഒരു മെസ്സേജ് പാട്രിക്കിന് അയക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. മാത്രമല്ല പാട്രിക്കിന് ഈ ഒരു കൊലപാതകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മറ്റൊരു കാര്യം കൂടെ പരിശോധിക്കുന്നുണ്ട്. അതായത് സൂസൻ മരണപ്പെട്ട സമയത്ത് ഈ പാട്രിക് എവിടെയാണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവൻ വർക്ക് ചെയ്യായിരുന്നു. സോ അതിന്റെ CCTV വിഷ്വലൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് അവൻ കുറ്റവാളിയല്ല. പക്ഷേ പോലീസിനെ കണ്ട് ഓടിയത് കൊണ്ട് തന്നെ അവനിപ്പോൾ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി ക്രിസിന്റെ ടൈം നോക്കുകയാണെങ്കിൽ ആകെ ഇനി 53 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പൊ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് അതായത് മെഡോക്സ് ക്രിസിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് അമിതമായിട്ട് ഇതുപോലെ മദ്യപിക്കുന്നത്? അവൻ പറയാണ്, ഞാൻ ശരിക്കും ഒരു കുടിയനൊന്നും അല്ലായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ മരിച്ചുപോയി. ആ വേദന എനിക്ക് താങ്ങാൻ പറ്റിയില്ല. ഒരു കുറ്റബോധം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യ സൂസൻ അറിയാതെ ഒരു വർഷത്തോളം ഞാൻ മദ്യപിച്ചു, നന്നായിട്ട് തന്നെ മദ്യപിച്ചു. പിന്നീട് അവൾ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾക്കിടയിൽ ഈ വഴക്കൊക്കെ ഉണ്ടായത്. അല്ലാതെ ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവും വേറെ ഇല്ല. അവളെ കൊല്ലാൻ മാത്രമായിട്ടൊരു പ്രത്യേകിച്ച് കാരണമൊന്നും എനിക്കില്ല. ആകെയുള്ള ഒരു പ്രശ്നം എൻ്റെ ഈ ഒരു കുടി മാത്രമാണ്. ഇതേ നേരം തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് ഈ ക്രിസ് പോലീസുകാരനായിരുന്നല്ലോ, അവൻ്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള റേയും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഏതോ ഒരു കുറ്റവാളിയെ പിടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഒരു കാർ ഇവര് സ്പോട്ട് ചെയ്തു. അപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ക്രിസിനെ സൂസൻ വിളിക്കുകയാണ്. അപ്പൊ റേ പറഞ്ഞു, നീ വണ്ടിയിലിരുന്നു, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അവിടെ പോയിട്ട് കാര്യങ്ങളൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് റേ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നാൽ അതിലുണ്ടായിരുന്ന ആ ഒരു ക്രിമിനൽസ് അപ്പൊ തന്നെ റേ ഷൂട്ട് ചെയ്യാണ്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ റേ അവരുടെ ആ ഒരു വണ്ടിയുടെ സൈഡിലേക്ക് വന്നു നിന്നപ്പോൾ ഈ കുറ്റവാളികൾ അവരുടെ വണ്ടി ഉപയോഗിച്ച് റേയുടെ ദേഹത്തേക്ക് വണ്ടി കൊണ്ടുവന്നിട്ട് ഒറ്റയടിയാണ്. അരിയുടെ താഴോട്ട് മുഴുവനായിട്ടും ചതഞ്ഞു പോവാണ്. ഈ കാര്യം കൊണ്ട് ഷോക്കായി പോയ ക്രിസ് വേഗം തന്നെ അവനെടുത്ത് വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ തന്നെ ഈ കുറ്റവാളികൾ പിടിക്കുകയും ചെയ്തു കേട്ടോ. അവരെ നേരെ കോടതിയിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ വ്യക്തമായ തെളിവുണ്ടായിട്ടും അവന്മാര് ശിക്ഷിക്കപ്പെട്ടില്ല. കാശ് നന്നായിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വാരി എറിഞ്ഞ് തെളിവുകളൊക്കെ അവര് ഇല്ലാതാക്കി സുഖമായിട്ട് ഇറങ്ങി വരികയാണ്. ഇതിനുശേഷമാണ് ക്രിസ് തീരുമാനിക്കുന്നത്, അതായത് കുറ്റവാളികൾ അങ്ങനെ എളുപ്പത്തിൽ ഇറങ്ങി പോകാൻ പാടില്ല. ഒരു കുറ്റം ചെയ്താൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക് പണിഷ്മെന്റ് കിട്ടണം. സോ നല്ലൊരു സിസ്റ്റം കൊണ്ടുവരണം. അങ്ങനെ അവന്റെ നേതൃത്വത്തിലാണ് ഇതുപോലെയുള്ള ഒരു മെഡോക്സ് എന്ന് പറഞ്ഞ ഒരു AI ജഡ്ജിനെ കൊണ്ടുവന്നത്. അതിലേക്ക് ആദ്യത്തെ ഒരു കുറ്റവാളിയെ കൊടുത്തതും അവൻ തന്നെയായിരുന്നു. അതായത് ഒരു കൊലപാതകം ചെയ്ത ഡേവിഡ് എന്ന ആളെ അവൻ തന്നെയാണ് ആ ഒരു കൊലപാതകം ചെയ്തതെന്ന് മനസ്സിലാവുകയും ചെയ്തു. അതുപോലെ തന്നെ അവന് ഇവിടെ വെച്ച് പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്തായിരുന്നു ഈ മെഡോക്സ്. ഇപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിയാണ്. ഇപ്പൊ പ്രസന്റിൽ കാണിക്കുകയാണ്. ക്രിസ് മെഡോക്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂസൻ മരിച്ച അന്ന് രാവിലെ ഞാൻ അവളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നിനുമല്ല, ഞാൻ നന്നായിട്ട് കുടിച്ച് മദ്യപിച്ചു. ഞങ്ങൾക്കിടയിൽ നല്ല വഴക്കായിരുന്നു. അപ്പൊ അതൊന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ അടുത്തേക്ക് പോയത്. എന്നാൽ അവൾ എൻ്റെ അടുത്ത് ചൂടായ സമയത്ത് ഞാനും നന്നായിട്ട് തിരിച്ചു ചൂടായി. അല്ലാതെ ഞാൻ അവളൊന്നും ചെയ്തിട്ടില്ല. പിന്നീട് ആ ദേഷ്യത്തില് ഞാൻ ബാറിൽ പോയിട്ട് നന്നായിട്ട് മദ്യപിച്ചു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് ക്രിസ് പറയണം. ഇപ്പൊ മെഡോക്സ് ചോദിക്കുകയാണ്, ഇത്രയും നേരം നീ പറഞ്ഞത് കുടിച്ചിട്ടില്ല, ആ വീട്ടിലേക്ക് പോയിട്ടില്ല എന്നൊക്കെയല്ലേ, പിന്നെന്താ ഇപ്പൊ സത്യം തുറന്നു പറഞ്ഞത്? ഈ നേരത്തെ ക്രിസ് പറയാണ്, നീ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആണ്. നിന്നോട് ഇതുപോലെ ഇമോഷൻ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ, അത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. പക്ഷേ അതൊരു അബദ്ധാന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്തായാലും സൂസനും ഞാനുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, അയൽവാസികൾ ഇവരുടെ എല്ലാവരുടെയും ഒരു ഡീറ്റെയിൽ നീ എനിക്ക് തരണം. അത് നീ ഒന്ന് പരിശോധിക്കുകയും ചെയ്യണമെന്ന് പറയണം മെഡോക്സിനോട്. എല്ലാവരുടെ ഫോണും കാര്യങ്ങളും അവരയച്ച മെസ്സേജും ഇതെല്ലാം ഈ മെഡോക്സിനെ ഹാക്ക് ചെയ്ത് കാണാൻ കഴിയും. എല്ലാം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ചൊന്നും അതിൽ നിന്നൊന്നും കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ ക്രിസ് പറയാണ്, അവളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അവളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഇവർ രണ്ട് സെപ്പറേറ്റ് ആക്കുമെന്ന് പറയാണ്. സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് കുറെ നേരം അതിലേക്ക് അങ്ങനെ നോക്കുന്നുണ്ട്. അവളുമായിട്ട് ശത്രുത ഉണ്ടാവാൻ സാധ്യതയുള്ള ആരാണുള്ളത്. കുറെ നേരം ആലോചിച്ചിട്ടും ക്രിസിന് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. അവസാനം ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അതായത് ഈ പാട്രിക്കുമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് സൂസന് നല്ല കമ്പനിയാണല്ലോ. അപ്പൊ അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ ഇതറിയാൻ വേണ്ടി പാട്രിക് ബെർഗിനോട് തന്നെ കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാൻ വേണ്ടി പറയാണ്. ആ സമയത്ത് പാട്രിക് അങ്ങനെ കൂടുതൽ വിഷയങ്ങളൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം അവൾ എന്നോട് പറഞ്ഞായിരുന്നു. അതായത് അവൾ ജോലി ചെയ്യുന്ന ഒരു കണ്ടെയ്നർ കമ്പനിയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കണ്ടെയ്നർ, അതിൽ നിന്നും എപ്പോഴും ഒരു 50 കിലോ കെമിക്കൽ കാണാതാവുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയാം. എന്തായാലും അതിനുശേഷം മറ്റൊരു കാര്യം കൂടെ ക്രിസ് നന്നായിട്ട് പരിശോധിക്കുകയാണ്. അതിന്റെ വീഡിയോസ് ഒക്കെ തരാൻ വേണ്ടി മെഡോക്സിനോട് പറയുന്നുണ്ട്. അതായത് ഇന്നലെ ഇവരുടെ വീട്ടിൽ വെച്ച് നല്ലൊരു പാർട്ടി നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇവരുടെ കൂട്ടുകാര്, കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോയിൽ യാദൃശികമായിട്ട് ക്രിസ്
ക്രിസ് ഒരു കാര്യം കാണുകയാണ്. അതായത് ഈ സൂസന്റെ കൂടെ ജോലി ചെയ്യുന്ന ചാർലസ് എന്നൊരാള്, അയാൾ എന്തോ ഒരു മീറ്റ് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ആ വീഡിയോയിലുണ്ടായിരുന്നു. ആ സമയത്ത് അയാളുടെ കയ്യിലുണ്ടായിരുന്നത് സൂസനെ കൊലപ്പെടുത്തിയ ആ സെയിം കത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചാർലസിന്റെ മേലൊരു സംശയം തോന്നിയതുകൊണ്ട് അവൻ അന്ന് ആ വീട്ടിലേക്ക് വന്നതും പിന്നീട് തിരിച്ചു പോയതുമായിട്ടുള്ള എല്ലാ CCTV വിഷ്വലും പരിശോധിക്കുകയാണ്. എന്നാൽ പ്രത്യേകിച്ചൊന്നും അവിടെയും കാണാനില്ല കേട്ടോ. ചാർലസ് വീട്ടിലേക്ക് വന്നു, പിന്നീട് പാർട്ടി കഴിഞ്ഞു, അതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. അവൻ പിന്നീട് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല. അതുപോലെ തന്നെ മറ്റേ ആ ഒരു റോബ് ഉണ്ടല്ലോ, താടിക്കാരൻ, അയാൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ വണ്ടി പരിശോധിച്ച സമയത്ത് അയാളല്ലാതെ വേറെ ഒരു രണ്ടാൾക്കാരെ കാണുകയാണ്. അപ്പൊ ചെറിയൊരു സംശയം തോന്നിയതുകൊണ്ട് റോബിനെ ഒന്നുകൂടെ വിളിക്കുകയാണ് ഇപ്പൊ ക്രിസ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, അന്ന് നീ പാർട്ടിക്ക് വന്നില്ലേ, പിന്നീട് തിരിച്ചു പോകുന്ന സമയത്ത് നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നില്ലേ? അത് പിന്നെ എന്റെ 2 കൂട്ടുകാരനായിരുന്നടാ. വരുന്ന വഴിയിൽ ഞാൻ അവനെ പിക്ക് ചെയ്തായിരുന്നു. അതായത് ഈ ക്രിസ് റോബിനോട് സംസാരിച്ചപ്പോഴും പ്രത്യേകിച്ചൊന്നും അവനും ചെയ്തിട്ടില്ല. അവനും കൊലയാളിയാവാനുള്ള സാധ്യതയില്ല. CCTV വിഷ്വൽ പരിശോധിക്കുമ്പോൾ അവനും നോർമലായിട്ട് തന്നെ പാർട്ടിക്ക് വന്നു. അത് കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചുപോയി, പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. പിന്നീട് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴും ആര് സംശയിക്കണമെന്ന് വീണ്ടും ഇപ്പൊ ക്രിസിന് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും ഈ ഒരു ഗ്യാപ്പിന് ഒന്നുകൂടെ ക്രിസ് മകളെ ഒന്ന് വിളിച്ചു തരാൻ വേണ്ടി പറയാണ്. ഇപ്പൊ ബെറ്റി ഫോൺ എടുത്ത പാട് തന്നെ ഇത്തവണ ബെറ്റിയുടെ ആറ്റിറ്റ്യൂഡ് ആകെ മാറിയിട്ടുണ്ട് കേട്ടോ. അവള് പറയാണ്, അച്ഛൻ പറഞ്ഞതല്ലേ ഒരിക്കലും കുടിക്കില്ലാന്ന്, അച്ഛൻ വീണ്ടും കുടിക്കാൻ തുടങ്ങിയല്ലേ, എന്നിട്ടാണല്ലേ അമ്മയെ കൊന്നത്, എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പൊ TV മുഴുവൻ അതാ പറയുന്നത്. മാത്രമല്ല ഈ ബെറ്റിയുടെ കൂടെ സൂസന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവരെന്തൊക്കെയോ ചില കാര്യങ്ങൾ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബെറ്റിക്ക് ക്രിസിനോട് ഇത്രയും ദേഷ്യം. ക്രിസ് മറ്റെന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ അവള് ഫോൺ കട്ട് ചെയ്ത് കളയാം. എല്ലാം കൂടിയായിട്ട് ക്രിസിന് ആകെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആവുന്നുണ്ട്. ഇനി അധികം സമയമില്ല. ആ സമയം തീർന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മെഡോക്സ് ക്രിസിനെ കൊന്നുകളയും. ഈ നേരത്ത് വീണ്ടും നമ്മുടെ ക്രിസ് മകളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഫുള്ളായിട്ടൊന്ന് പരിശോധിക്കാൻ പറയണം. അപ്പൊ മകൾ ഉപയോഗിക്കുന്ന ആ ഒരു നോർമൽ ആയിട്ടുള്ള അക്കൗണ്ടിൽ ഇന്നലെ രാത്രി അവൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവള് റൂമിലിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. അവള് ചുമ്മാ ഒരു രസത്തിന് ചുമ്മാ ഒരു വീഡിയോ എടുത്ത്, ഹേ ഗൈസ്, അപ്പുറത്തെ റൂമിൽ എന്തോ ഒരു ശബ്ദം കേട്ടു, ചിലപ്പോൾ അതൊരു പ്രേതാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ രൂപയാണ് അവളൊരു വീഡിയോ എടുത്തായിരുന്നു. ആ വീഡിയോ ക്രിസ് ഒന്ന് കാണുന്നുണ്ട്. വ്യക്തമായിട്ട് ആ വീഡിയോ ഒന്ന് പരിശോധിച്ച സമയത്ത് ചില സംശയങ്ങളൊക്കെ ക്രിസിന് തോന്നുകയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ബെറ്റിയുമായിട്ട് കോൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഫോൺ എടുത്ത പാട് തന്നെ ക്രിസ് പറയുന്നുണ്ട്, മോളെ, ഞാനല്ല അമ്മയെ കൊന്നത്, നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ സത്യം നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇന്നലെ രാത്രി നീ ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ? ഇത് കേട്ടപ്പോൾ ബെറ്റി പറയണ, അതെങ്ങനെ അച്ഛൻ അറിഞ്ഞത്? എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല, അച്ഛൻ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ എപ്പോഴും ചെക്ക് ചെയ്യാറുള്ളതല്ലേ. ഇപ്പൊ ക്രിസ് പറയണ, മോളെ, നിന്റെ രണ്ടാമത്തെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴത്തെ വിഷയം അതൊന്നുമല്ല. ഇന്നലെ രാത്രി നീ ബോയ് ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തായിരുന്നല്ലോ, അതിലുള്ള ചില കാര്യങ്ങൾ എനിക്ക് അറിയണം. മോൾ എന്ത് ശബ്ദം ശരിക്കും കേട്ടത്? ഇപ്പൊ ബെറ്റി പറയണ, ശരിയാണ് അച്ഛാ, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഞാൻ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ അടക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. ഞാൻ വിചാരിച്ചു അമ്മയായിരിക്കുമെന്ന്. പോയി നോക്കുമ്പോൾ അവിടെ അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു കാറ്റുകൊണ്ട് വാതിൽ തനിയെ അടഞ്ഞതായിരിക്കുമെന്ന്. എന്തായാലും ആ ഒരു വീഡിയോ ഒന്നുകൂടെ ക്രിസ് പരിശോധിക്കുമ്പോൾ സ്റ്റോർ റൂമിന്റെ ഭാഗത്തെ ഡോറ് ചെറുതായിട്ട് തുറന്നു കിടക്കുന്നത് കാണുകയാണ്. ഇപ്പൊ ക്രിസ് മകളോട് ചോദിക്കുന്നുണ്ട്, മോളെ, നീ ആ ഒരു സ്റ്റോർ റൂം തുറന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി? ഇപ്പൊ ബെറ്റി പറയണം, ഇല്ല അച്ഛാ, ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടേ ഉള്ളൂ, അവിടുന്ന് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ, അല്ലാതെ ഞാനത് തുറന്നിട്ടില്ല എന്ന് പറയണം. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ കൂടെ ക്രിസിന് വ്യക്തമായി. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ നന്നായിട്ട് മെഡോക്സിനോട് പരിശോധിക്കാൻ പറയാണ്. അതായത് ആ സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ നിന്നും ഈ വാതിന്റെ ലോക്കിൽ ആരോ പിടിച്ചു നിൽക്കുന്നത് പോലെ ആ വീഡിയോയിൽ ഒരു നേരിയ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ വ്യക്തമല്ല, അവ്യക്തമാണ്. അപ്പൊ വ്യക്തമായിട്ട് തന്നെ മെഡോക്സ് അത് സ്കാൻ ചെയ്ത സമയത്ത് ഒരു കാര്യം മനസ്സിലായി, അതൊരു കൈയാണെന്ന്. അതായത് ഇന്നലെ രാത്രി പാർട്ടി കഴിഞ്ഞ് പോയ സമയത്ത് യഥാർത്ഥ കൊലയാളി ആ സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ആരും അറിയാതെ. അയാളാണ് ശരിക്കും ഈ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഒളിച്ചിരിക്കുന്ന ആൾ അയാൾ ആരാണെന്ന് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഇവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് സൂസൻ ജോലി ചെയ്യുന്ന ആ ഒരു കണ്ടെയ്നർ കമ്പനിയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കണ്ടെയ്നറിൽ എന്തോ ഒരു കെമിക്കൽ മിസ്സാവുന്നുണ്ട്. സോ അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ മെഡോക്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് സൂസന്റെ ഇമെയിൽ, മെസ്സേജുകൾ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടെയ്നറിൽ നിന്നും യൂറിയ ഗ്രാന്യൂൾസ്, ഇങ്ങനെ ഒരു കെമിക്കലാണ് സ്ഥിരമായിട്ട് കാണാതായിക്കൊണ്ടിരുന്നത്. അളവിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂസൻ ഈ കാര്യം മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ ഇമെയിലിലൂടെ അവർക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ യൂറിയ ഗ്രാന്യൂൾസ്, ഈ ഒരു കെമിക്കൽ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഡ്രഗ്സ് ഉണ്ടാക്കാൻ കഴിയും. അതായത് ഈ ഒരു ഏരിയയിൽ ക്രിമിനൽസിന്റേത് മാത്രമായിട്ടൊരു ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് ഈ ഒരു കെമിക്കൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ല വിലയ്ക്ക് വിൽക്കാൻ കഴിയും. ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കെമിക്കൽ ആയതുകൊണ്ട് തന്നെ. അപ്പൊ ശരിക്കുള്ള പ്രശ്നം അതെന്താണെന്ന് അറിയണമെങ്കിൽ ആ കണ്ടെയ്നർ കമ്പനിയുടെ ചില CCTV വിഷ്വൽസ് അതൊന്ന് പരിശോധിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഇപ്പോൾ അവിടുത്തെ കുറെ അധികം വിഷ്വൽ മെഡോക്സ് പരിശോധിക്കുകയാണ്. അങ്ങനെ ഒരു വിഷ്വൽ ഇപ്പോൾ ഇവർക്ക് കാണാൻ പറ്റി. സൂസന്റെ കൂടെ ജോലി ചെയ്ത ചാർലസ് എന്ന് പറഞ്ഞ ആള്, അയാളും സൂസനും കൂടെ കാര്യമായിട്ട് എന്തോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പല തവണയായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിന്നും ഏകദേശം 50 കിലോ വരുന്ന ഗ്രാന്യൂൾസ് വെച്ച് ഇടയ്ക്കിടയ്ക്ക് കാണാതാവുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം സൂസൻ ചാർലസിനോട് പറയുന്നുണ്ട്. അപ്പൊ ഇനി എങ്ങാനും ഈ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യും. സോ ഇത് മുകളിലേക്ക് റിപ്പോർട്ട്
അബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ചാർലസിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം വരുന്ന ആ ഒരു കെമിക്കൽസിന്റെ ക്വാണ്ടിറ്റിയിൽ യാതൊരു മാറ്റവും വരാതിരിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ചുമതലയെല്ലാം ഈ ചാർലസിനാണ്. എന്തായാലും അതും ഇതും പറഞ്ഞിട്ട് സൂസനും ചാർലസും അവിടുന്ന് വഴക്കാവുന്നുണ്ട്. അവന്റെ ആ ഒരു ഫയൽ അവിടുന്ന് വലിച്ചെറിയൊക്കെ ചെയ്യാണ്. ഇപ്പൊ ക്രിസിന് ചെറിയൊരു സംശയം തോന്നുകയാണ്. അതായത് ഈ കാണാതാവുന്ന യൂറിയ ഗ്രാനുവൽസ് അത് അവിടുന്ന് കട്ടെടുത്ത് മറിച്ച് വിൽക്കുന്നത് ഇവനായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചാർലസിന്റെ അക്കൗണ്ടൊക്കെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ്. അതായത് ഇവൻ അത് വിറ്റിട്ടുണ്ടെങ്കിൽ നല്ല കാശ് ഇവന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ എന്ന്. ഈ ചാർലസിന്റെ അക്കൗണ്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം 20,000 ചില്ലുവാനും ഡോളേഴ്സ് മൈനസ് ആയി കിടക്കുകയാണ്. 10 പൈസ അക്കൗണ്ടിൽ ഇല്ല എന്ന് മാത്രമല്ല, അവനിപ്പോ ഒരു കടക്കാരനാണ്. എന്നാൽ കുറച്ച് ദിവസം മുന്നേ അവന്റെ അക്കൗണ്ടിലേക്ക് ഏകദേശം ഒരു $4,000 കയറിയിട്ടുണ്ട്. അത് അയച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ക്രിസിന്റെയും അതുപോലെ തന്നെ സൂസന്റെയും സുഹൃത്തായിട്ടുള്ള റോബായിരുന്നു. റോബും അതേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ആ അയച്ചു കൊടുത്ത ഫണ്ട് അത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് റോബുമായിട്ട് ഒരു കോള് കണക്ട് ആക്കാൻ പറയാണ് ഇപ്പൊ ക്രിസ്. അങ്ങനെ റോബിനെ വിളിച്ച സമയത്ത് ഫോൺ എടുത്തത് ഈ ചാർലസ് ആയിരുന്നു. ഇപ്പൊ ക്രിസ് പറയണേ എനിക്ക് റോബുമായിട്ട് സംസാരിക്കണം, അവൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവിടുന്ന് പരിയും കളിക്കുന്ന ചാർലസ് പറയണത് അത് പിന്നെ അവൻ ഇവിടെ ഇല്ല, അവൻ പുറത്തു പോയിട്ടുണ്ട്. എന്താ കാര്യം ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, ഞാൻ അവനോട് നേരിട്ട് സംസാരിച്ചോളാം എന്ന് പറയണം. ഇപ്പൊ ചാർലസ് പറയണ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് നോക്കി നോക്കട്ടെ, ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും അവൻ ഉണ്ടെങ്കിലോ. എന്നിട്ട് അവൻ പതിയെ അവിടുന്ന് പോവാണ്. അതായത് അവന്റെ മുഖത്ത് എന്തോ ഒരു കള്ള ലക്ഷണം ഇപ്പൊ ക്രിസിന് തോന്നുന്നുണ്ട്. എന്തായാലും ചാർലസ് റോബിനെ വിളിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ആ ഒരു സമയത്ത് മറ്റൊരു കാര്യം നോക്കാന്ന് ക്രിസ് തീരുമാനിക്കുകയാണ്. അതായത് ഇവരുടെ വീടിന്റെ പിറകിലായിട്ട് ഒരു CCTV ഉണ്ട്. അപ്പൊ അതിന്റെ വിഷ്വൽ ഫുള്ളായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 10:08 ആയ സമയത്ത് ബേക്കിലുണ്ടായിരുന്ന ഒരു മരം ചെറുതായിട്ട് ഇളകുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ നിന്നും ആരും പുറത്തേക്ക് വരുന്നുമില്ല, ആരെങ്കിലും ഉള്ളിൽ കയറിയിട്ടുണ്ടാവുന്ന വ്യക്തമാകുന്നില്ല. എന്തായാലും ആ മരം ചെറുതായിട്ട് ഇളകുന്നുണ്ട്. ചിലപ്പോൾ അതിനടിയിലൂടെ ഒരാൾ പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടായിരിക്കുമല്ലോ അതങ്ങനെ ഇളകിയത്. അതുപോലെ തന്നെ കൊലപാതകം നടന്ന ആ ഒരു സമയത്ത് ചാർലസ് അവൻ എന്ത് ചെയ്യായിരുന്നു എന്ന് ഈ CCTV വിഷ്വലിലൂടെ ഒക്കെ പരിശോധിക്കുമ്പോൾ അവൻ ഡ്രൈവ് ചെയ്യായിരുന്നു. അവൻ ആ സമയത്ത് കാറിലാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിയ മെഡോക്സ് തന്നെ ക്രിസിനോട് പറയുന്നുണ്ട് അവനെ സംശയിക്കേണ്ട, കാരണം അവൻ ആ നേരത്ത് ഡ്രൈവ് ചെയ്യായിരുന്നു, അവനല്ല ആ കൊലപാതകം ചെയ്തത്. അതുപോലെ തന്നെ റോബിനെ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ ചാർലസ് ഇപ്പൊ തിരിച്ചു വരികയാണ്. ഇപ്പൊ ചാർലസ് പറയുന്നത് റോബിനെ അവിടെ കാണാനില്ല കേട്ടോ, അവൻ എവിടെയോ പോയിട്ടുണ്ട്. മാത്രമല്ല അവന്റെ ആ ഒരു സംസാരത്തിലും മുഖലക്ഷണത്തിലും എല്ലാം ഒരു കള്ള ലക്ഷണം. അപ്പൊ തന്നെ ക്രിസ് പറയണത് സത്യം പറ ചാർലസേ, എനിക്കെല്ലാം മനസ്സിലായി. പല തവണയായിട്ട് കണ്ടെയ്നറിൽ നിന്നും ആ ഒരു യൂറിയ ഗ്രാനുവൽസ് അത് മോഷ്ടിച്ചത് നീയല്ലേ, അത് കണ്ടുപിടിച്ച സൂസനുമായിട്ട് നീ ഒരു പ്രശ്നം ഉണ്ടായില്ലേ, സത്യം പറ നീ ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ റോബ് എന്തിനു വേണ്ടിയാണ് $4,000 നിനക്ക് തന്നത്. ഏകദേശം പെട്ടു എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ചാർലസ് ആകെ കിടന്ന് വേർക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം അവൻ സത്യം പറയണം, ശരിയാണ് റോബ് പറഞ്ഞതുകൊണ്ട് അവന് വേണ്ടിയാണ് ഞാൻ അത് എടുത്തു കൊടുത്തത്. പക്ഷേ സൂസനെ ഞാനൊന്നുമല്ല കൊന്നത്, അവള് ഞാനായിട്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല ഞാനിപ്പോ റോബിനെ നോക്കാൻ പോയി എന്ന് പറയുന്നത് അത് സത്യം തന്നെയാണ്, അവൻ ഇവിടെ എവിടെയും കാണാനും ഇല്ല. അതായത് റോബ് എന്തിനാണെന്ന് അറിയില്ല ഇവിടുന്ന് പെട്ടെന്ന് മുങ്ങിയിട്ടുണ്ട്. വേഗം തന്നെ അവന്റെ ഫോൺ വെച്ച് അവന്റെ സ്ഥലം ട്രേസ് ചെയ്യാൻ വേണ്ടി മെഡോക്സിനോട് ക്രിസ് പറയാണ്. സോ ആ ഒരു സ്ഥലം ട്രേസ് ചെയ്ത് അങ്ങോട്ടേക്ക് ഇപ്പൊ ജാക്ലൈനെ വിട്ടിട്ടുണ്ട്. മാത്രമല്ല വേറൊരു സംശയം കൂടെ ക്രിസിന് ഇപ്പൊ തോന്നുകയാണ്. അതായത് ഈ ക്രിസിന്റെ വീടും ഈ ചാർലസിന്റെ വീടും തമ്മിൽ അധിക ദൂരമൊന്നുമില്ല. മാത്രമല്ല ക്രിസിന്റെ വീടിന്റെ പിറകിലായിട്ട് ആ ഒരു മരം കുലുങ്ങുന്നത് പോലെ അവൻ കണ്ടായിരുന്നല്ലോ. അതായത് അതിന്റെ അടിയിലൂടെ ഈ CCTVയിൽ പെടാതെ ആരോ ഒരാൾ ഇവന്റെ മതിലും താണ്ടി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അതായത് ചാർലസിന്റെ ആ ഒരു വീടിന്റെ ഭാഗത്തേക്ക്. അതുകൊണ്ട് തന്നെ ചാർലസ് രാവിലെ അവന്റെ വണ്ടി എടുത്തുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ പോയായിരുന്നല്ലോ. സോ അതുകൊണ്ട് തന്നെ അവൻ കൊലപാതകിയല്ല എന്ന് ഇവർക്ക് മനസ്സിലായി. പക്ഷേ ഈ ചാർലസ് പോയ സ്ഥലങ്ങളെല്ലാം അവിടുത്തെ CCTV വിഷ്വൽ എല്ലാം ഇവർ പരിശോധിക്കുമ്പോൾ ചാർലസ് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവന്റെ വണ്ടി നിർത്തുകയാണ്. സാധനം മേടിക്കാനായിട്ട് അവൻ കടയിലേക്ക് പോയി. അവൻ കടയിലേക്ക് പോയ ആ ഒരു സമയം നോക്കി അവന്റെ ഡിക്കി തുറന്ന് അതിന്റെ ഉള്ളിൽ നിന്നും റോബ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ തന്നെ കാര്യം മനസ്സിലായി ആരാണ് സൂസനെ കൊന്നതെന്ന്. ഇന്നലെ രാത്രി ആ ഒരു പാർട്ടി കഴിഞ്ഞ് റോബ് തന്നെയാണ് അവരുടെ വീട്ടിന്റെ സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ പോയി ഒളിച്ചതും പിന്നീട് ക്രിസ് പോയതിനു ശേഷം രാവിലെ തന്നെ സൂസനെ കുത്തിക്കൊന്നതും ഈ റോബ് തന്നെയാണ്. പിന്നീട് ചാർലസ് പോലും അറിയാതെ അവന്റെ കാറിന്റെ ഡിക്കിയിൽ കയറിയിരിക്കുകയാണ് ഈ റോബ്. അതുപോലെ തന്നെ സമയം ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ക്രിസിന് ആകെ ബാക്കിയുള്ളത് 19 മിനിറ്റ് കൂടെ ഉള്ളൂ. അതുപോലെ റോബിന്റെ ആ ഒരു ലൊക്കേഷനിലേക്ക് ജാക്ലൈനും ടീമും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവര് പോയി നോക്കുന്ന സമയത്ത് അവിടെ കാണുന്ന എന്താ, ഒരുപാട് കൂടുതൽ അളവിൽ യൂറിയുടെ ഗ്രാനുവൽസ് ഇതെല്ലാം ഉപയോഗിച്ച് അവിടെ ഡ്രഗ്സ് ഉണ്ടാക്കുകയായിരുന്നു അവൻ. നേരത്തെ ക്രിസ് വിളിച്ചപ്പോൾ വീഡിയോ കോൾ ചെയ്ത സമയത്ത് അവൻ സംസാരിച്ചായിരുന്നില്ലേ, അതിവിടെ വെച്ചായിരുന്നു. അവന് ട്രേസ് ചെയ്ത് വന്നാൽ തന്നെ ഇവിടേക്ക് എത്താൻ വേണ്ടി തന്നെ അവന്റെ ഫോണും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അവിടെ എത്തി ഇവർക്ക് മനസ്സിലായി റോബാണ് ഈ കെമിക്കലൊക്കെ മോഷ്ടിച്ചത്, അത് വെച്ച് അവൻ ഡ്രഗ്സ് ഉണ്ടാക്കുകയായിരുന്നു. ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ ചിന്തിച്ചപ്പോൾ നമ്മുടെ ക്രിസ് മാത്രം മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണ്. അതായത് കഴിഞ്ഞ 2 വർഷമായിട്ട് യൂറിയയുടെ ഗ്രാനുവൽസ് പല തവണയായിട്ട് കാണാതാവുന്നുണ്ട്. അതിന്റെ അളവ് ഏകദേശം അവൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു 300 ടണ്ണോളം വരും. ഒരിക്കലും അത്രയും ടൺ യൂറിയ പ്രോസസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഡ്രഗ്സ് ആക്കി മാറ്റി വിൽക്കാനോ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഒരു പരിധിയുണ്ട് അതിന്. അങ്ങനെയാണെങ്കിൽ ഈ കെമിക്കല് അവൻ എന്തിനായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക? സോ ഒന്നുകൂടെ ആ കണ്ടെയ്നർ കമ്പനിയിൽ വേറെ എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുമ്പോഴാണ് മെഡോക്സ് ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. അതായത് ഈ റോബ് ആ കമ്പനിയിൽ നിന്നും നൈട്രിക് ആസിഡ് സൊല്യൂഷൻ അത് ഏകദേശം ഒരു 100ന് മുകളിൽ യൂണിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും കേട്ട സമയത്ത് ക്രിസിന് കാര്യം പെട്ടെന്ന് മനസ്സിലായി കേട്ടോ. അതായത് ഈ ഒരു യൂറിയ ഗ്രാനുവൽസും അതുപോലെ തന്നെ നൈട്രിക് ആസിഡ് ഇത് രണ്ടും കൂടെ ഉപയോഗിക്കുന്നത് എക്സ്പ്ലോസീവ് മെറ്റീരിയൽ ഉണ്ടാക്കാനാ, ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് റോബ് കാര്യമായിട്ട്
എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തോ ഒരു വലിയ സ്ഫോടനം അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആരാണ് ഈ റോബ്, അവൻ എന്തിനാ ഇത് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. സോ അവന്റെ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ചെറിയ പ്രായത്തിലെ റോബിന്റെ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. അവന് തൊട്ടടുത്ത് തന്നെ വേറൊരാൾ കൂടെ നിൽക്കുന്നുണ്ട്. എന്നാൽ അയാളുടെ കൈ മാത്രമേ കാണാനുള്ളൂ. അത് ആരാണെന്ന് മെഡോക്സിനോട് അതിന്റെ ആ ഒരു ഡാറ്റാബേസ് വെച്ച് പരിശോധിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. മെഡോക്സ് പൂർണ്ണമായിട്ടും ഈ ഒരു റോബിന്റെ എല്ലാ കാര്യങ്ങളും സ്കാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ പരിശോധിച്ച സമയത്ത് ഈ റോബും അതുപോലെ തന്നെ അവന്റെ കൂടെ നിൽക്കുന്ന ആ ഒരു കുട്ടിയുടെയും ഫോട്ടോ മെഡോക്സിന് കിട്ടുന്നുണ്ട്. ഇതേ നേരം തന്നെ മറ്റൊരു കാര്യം കൂടെ പോലീസുകാർ കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് ഈ റോബ് ഉണ്ടല്ലോ, ഒരു വലിയ കണ്ടെയ്നറുമായിട്ട് നഗരത്തിലൂടെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കണ്ടെയ്നറിന്റെ ഉള്ളിലാണ് അവൻ മോഷ്ടിച്ച ഏകദേശം 300 ടണ്ണോളം യൂറിയ ഗ്രാനുൾസ് ഉള്ളത്. കൂടെ തന്നെ ആ ഒരു നൈട്രിക് ആസിഡും ഉണ്ടാവും. അതായത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പാകത്തിനുള്ള ഒരു ബോംബാണ് ഇപ്പൊ ആ ഒരു ട്രക്ക്. അതുപോലെ തന്നെ മെഡോക്സ് ഈ റോബ് ചെറിയ പ്രായത്തിലായിരുന്നപ്പോ ഒരു കുട്ടിയുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തായിരുന്നല്ലോ. സോ ആ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പരിശോധിക്കുമ്പോൾ അവന്റെ സഹോദരനാണ് ആ ഒരു കുട്ടിയെന്ന് മനസ്സിലായി. രണ്ടുപേരും ഓർഫൻസ് ആയതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്താണ് വളർന്നത്. എന്നാൽ രണ്ടുപേർക്കിടയിൽ ഭയങ്കര സ്നേഹമായിരുന്നു. എന്തായാലും ഈ റോബിന്റെ സഹോദരൻ ആരാണെന്ന് പരിശോധിക്കാൻ വേണ്ടി മെഡോക്സിനോട് ക്രിസ് പറയാണ്. അങ്ങനെ അവൾ അത് പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഈ റോബിന്റെ സഹോദരൻ അത് മറ്റാരുമല്ല, ഡേവിഡ് ആണ്. ഡേവിഡ് ആരാണെന്ന് മനസ്സിലായോ? അതായത് ഇതുപോലെ ഒരു മെഴ്സി കോർട്ട് ഇത് ഉണ്ടാക്കിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ പ്രതി ഒരു പെൺകുട്ടിയെ കൊന്നു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ലേ, ഒരു ഡേവിഡ് എന്ന് പറഞ്ഞ ആളെ, അയാളെ കൊണ്ടുവന്നത് തന്നെ ക്രിസ് ആണ്. എന്തായാലും കൊലപാതകം അവൻ ചെയ്തതായിട്ട് തെളിയുകയും ചെയ്തു. അവനെ ഈ ഒരു കോടതി ശിക്ഷിക്കുകയും ചെയ്തു. അതായത് ഈ ചെയറിൽ ഇരുത്തിക്കൊണ്ട് തന്നെ കൊന്നുകളഞ്ഞു. ഇതോടെ നമ്മുടെ ക്രിസിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. റോബ് അവന്റെ അനിയന് വേണ്ടിയിട്ട് പ്രതികാരം ചെയ്യാനായിട്ടാണ് ക്രിസിന്റെ അടുത്തേക്ക് വന്നത്. അതായത് ഈ ക്രിസിന് റോബിനെ നേരത്തെ പരിചയമൊന്നുമില്ല, കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഇവനിട്ട് ഇങ്ങനെ ഒരു പണി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു സൗഹൃദം അവൻ സ്ഥാപിച്ചത് തന്നെ. പക്ഷെ എന്തിനാണ് ആ ഒരു കെമിക്കൽ എക്സ്പ്ലോസീവ് മെറ്റീരിയൽ അവൻ മോഷ്ടിച്ചത്? അതിന്റെ പിന്നിൽ അപ്പൊ കാര്യമായിട്ട് മറ്റെന്തോ ഒരു പദ്ധതി ഉണ്ടാവുമല്ലോ. അതായത് റോബിന്റെ ആ ഒരു വലിയ കണ്ടെയ്നർ അത് വരുന്ന ആ ഒരു ഡയറക്ഷൻ ക്രിസ് ഇപ്പൊ പരിശോധിക്കുകയാണ്. പരിശോധിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഈ ഒരു മെഴ്സി കോട്ട് ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ ലക്ഷ്യമാക്കിയിട്ടാണ് റോബ് വരുന്നത്. അതായത് അത്രയും വലിയ ആ ഒരു എക്സ്പ്ലോസീവ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഈ സ്ഥലം തന്നെ തകർക്കലാണ് അവന്റെ ലക്ഷ്യം. ഇപ്പൊ റോബ് പോകുന്ന ആ ഒരു കണ്ടെയ്നർ കാണിക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ളിൽ അവൻ മാത്രമായിരുന്നില്ല, മറ്റാരോ ഒരാൾ ഉണ്ടായിരുന്നു. ചില സംശയങ്ങൾ തോന്നിയ ക്രിസ് അപ്പൊ തന്നെ വീട്ടിലെ CCTV പരിശോധിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കുറച്ചു നേരം മുന്നേ തന്നെ റോബ് വന്നിട്ട് ഈ ക്രിസിന്റെ മകളായിട്ടുള്ള ബെറ്റിയുമായിട്ട് സംസാരിച്ച് അവൾ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? റോബ് ഇപ്പൊ പോകുന്ന ആ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലുള്ള മറ്റേയാൾ അത് മറ്റാരുമല്ല, ബെറ്റിയാണ്. ഇനി പോലീസുകാരെങ്കിലും അവനെ അറസ്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അവള് വെച്ച് വില പേശാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ബെറ്റിയുടെ ജീവൻ ഇപ്പോ ആപത്തിലാണ്. അതുപോലെ തന്നെ ഈ റോബിന്റെ സ്ഥലത്തേക്ക് കുറച്ച് പോലീസുകാർ റെയ്ഡിന് വേണ്ടി പോയായിരുന്നല്ലോ, അവിടെ ഇപ്പൊ വലിയൊരു ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. ആ ബ്ലാസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് ജാക്ലിൻ മാത്രമായിരുന്നു. ഈ ഒരു വിവരം ഇപ്പൊ ക്രിസ് അറിയുന്നുണ്ട്. എന്നാൽ അത് കേട്ടതിന് ശേഷം ക്രിസ് വീണ്ടും ഞെട്ടിപ്പോവാണ്. അതായത് വളരെ കുറച്ച് എമൗണ്ട് മാത്രം ആ ഒരു കെമിക്കൽ ഉപയോഗിച്ചാണ് അവൻ ഇത്രയും വലിയൊരു ബ്ലാസ്റ്റ് അവിടെ ഉണ്ടാക്കിയത്. പക്ഷേ റോബ് വരുന്ന ആ ഒരു കണ്ടെയ്നർ നിറയെ ഈ ഒരു കെമിക്കലാണ്. സോ അത് ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിക്കാനാണ് അവന്റെ പദ്ധതി. കാരണം അവന്റെ അനിയനെ കൊന്ന അല്ലെങ്കിൽ ശിക്ഷിച്ച ഈ ഒരു AI സിസ്റ്റം, ഈ AI സിസ്റ്റം തന്നെ അവന് നശിപ്പിക്കണം, കൂടെ ക്രിസിനെയും കൊല്ലണം. പക്ഷെ അതിനുവേണ്ടി ആ ഒരു കണ്ടെയ്നറുമായി അവൻ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ ഇട്ട് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നഗരത്തിന്റെ ഭൂരിഭാഗം വെണ്ണീരായി പോകും. സോ ഒരു കാരണവശാലും ഇത് നടക്കാൻ പാടില്ല. അതേ നേരം തന്നെ ഇപ്പം മാഡക്സ് പറയാണ്, നീ എന്തായാലും കൊലയാളിയല്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. സോ ഞാൻ നിന്നെ ഇപ്പൊ റിലീസ് ആകാൻ പോവാണ്. ഇപ്പൊ ക്രിസ് പറയണ, മാഡക്സ് അതിപ്പോ ചെയ്യരുത്, കാരണം ഞാൻ ഈ ചെയറിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ, അതായത് നിന്നെ അടക്കം. എന്തായാലും നമുക്ക് ആ റോബിനെ തടയണം, അതിന് എനിക്ക് നിന്റെ സഹായം വേണം. ഇപ്പൊ ഞാൻ ഈ ചെയറിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ ആക്സസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ മെഡോക്സും പറയാണ്, ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, പക്ഷേ ഈ ഒരു നഗരത്തെ സംരക്ഷിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് മെഡോക്സ് കുറച്ചു നേരം കൂടെ ക്രിസിനെ ആ ഒരു ചെയറിൽ ഇരുത്താന്ന് പറയാണ്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ ക്രിസ് കുറച്ചു നേരം കൂടെ അവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ക്രിസിന് ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ബാക്കിയുള്ളൂ, 9 മിനിറ്റ്. എന്നാലും അതൊന്നും കാര്യമാക്കാതെ എങ്ങനെയെങ്കിലും റോബിനെ തടഞ്ഞേ മതിയാവുള്ളൂ. സോ അവൻ ആ ഒരു ചെയറിൽ തന്നെ ഇരിക്കുകയാണ്. ഇതേ നേരം റോബ് അവൻ പോകുന്ന ആ ഒരു കണ്ടെയ്നറിനെ തടുക്കാനായിട്ട് ജാക്ലിനും അവളുടെ ടീമും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇവിടെ വെച്ച് അവനത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നഗരത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെ ഇല്ലാതായി പോകും. അതുകൊണ്ട് അതിനുള്ളിൽ വെച്ച് തന്നെ അവന് വെടിവെച്ച് കൊല്ലാൻ നോക്കുകയാണ്. എന്നാൽ ക്രിസ് പറയണം, ദയവ് ചെയ്ത് അത് ചെയ്യരുത്, എന്റെ മകള് കൂടെ അതിന്റെ ഉള്ളിലുണ്ട്. എന്നാൽ ഇവിടെ പോലീസുകാർക്ക് 2 പേരുടെ ജീവനേക്കാൾ വലുത് ഈ നഗരവും അതിലുള്ള ഒരുപാട് മനുഷ്യരുടെ ജീവനായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ റിമോട്ട് കാർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ട്രക്കിനെ അതിനെ തകർക്കാൻ നോക്കുന്നുണ്ട് ഇവര്. പക്ഷേ പോലീസുകാർ വിചാരിച്ചതുപോലെ ആ റിമോട്ട് കാർ അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. നോക്കുമ്പോ എന്താ, ക്രിസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മെഡോക്സ് ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ആ റിമോട്ട് കാറിൽ നിന്നും ഈ കണ്ടെയ്നറിനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ജാക്ലിൻ അവളുടെ ആ ഒരു പറക്കുന്ന ബൈക്കുമായിട്ട് നേരെ റോബിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. സോ ആ ഒരു ഗ്യാപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് ക്രിസ് ഇപ്പോൾ റോബുമായിട്ട് സംസാരിക്കുകയാണ്. അതായത് റോബിനോട് അവൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നിന്റെ അനിയൻ ഡേവിഡ് ഒരു കുറ്റം ചെയ്തു,
ചെയ്തു, അതിന് തെളിവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൻ ശിക്ഷിക്കപ്പെട്ടത്. ഇപ്പൊ റോബ് വിളിച്ചു പറയാണ്, ഒരിക്കലുമില്ല, എന്റെ അനിയൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. നിരപരാധിയായ എന്റെ അനിയനെ ഇല്ലാതാക്കിയ കൊന്നുകളഞ്ഞ ആ സിസ്റ്റർ ഉണ്ടല്ലോ, മേഴ്സി കോട്ട്, അതുപോലെ തന്നെ ആ ഒരു മെഡോക്സ്, അതിനി വേണ്ട, അതിനെ ഞാൻ ഇല്ലാതാക്കും. അതുപോലെ തന്നെ നിന്നെയും ഞാൻ ഇല്ലാതാക്കും ക്രിസേ. നിന്നെ പെടുത്താൻ വേണ്ടി തന്നെയാടാ കഴിഞ്ഞ 2 വർഷമായിട്ട് നിന്റെ കൂടെ കൂട്ടുകാരനെ പോലെ നടന്നത്, പിന്നീട് അവിടുന്ന് ആ ഒരു കെമിക്കൽ മോഷ്ടിച്ചതും. നീ എന്തായാലും അവിടെ ഇരിക്കുക, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിനക്കുള്ള സമ്മാനമായിട്ട്. അതായത് റോബിനെ എന്തായാലും തടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ ജാക്ലിൻ അവൻ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവനെ കൊന്നു കഴിഞ്ഞാൽ ബെറ്റിയെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, മറ്റൊരു മാർഗം ഇവിടെ ഉണ്ടാവില്ല. ജാക്ലിൻ അത് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവളുടെ ആ ഒരു പറക്കുന്ന ബൈക്കിനെ മെഡോക്സ് കൺട്രോൾ ചെയ്യാണ്, അതവിടെ തകർത്ത് താഴെ ഇടുകയാണ്. അതുകൊണ്ട് തന്നെ ജാക്ലിന് ഇപ്പൊ റോബിനെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഗ്യാപ്പിന് റോബ് നേരെ വന്നിട്ട് ഈ മേഴ്സി കോട്ടിലേക്ക് ഇടിച്ചു കയറുകയാണ്. അത് അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു. ഇതേ നേരം തന്നെ ആ ഒരു ചെയറിലിരിക്കുന്ന ക്രിസിന്റെ സമയം ഏകദേശം തീരാനായി സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. മെഡോക്സ് ആണെങ്കിൽ അവളുടെ ആ ഒരു ലിമിറ്റേഷനും കഴിഞ്ഞ് അതിലുപരിയായിട്ട് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവളിപ്പോ സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മെഡോക്സിനോട് ക്രിസ് പറയുന്നുണ്ട്, എന്റെ സമയം തീരാറായി, എന്നെ വേഗം ഇതിൽ നിന്ന് റിലീസ് ആക്കുന്നത്. പക്ഷേ അവൾക്കത് വേഗത്തിൽ ചെയ്യാൻ കഴിയുന്നില്ല, കാരണം അവൾ പതിയെ സ്ലോ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓവർ ആയിട്ടുള്ള ജോലികൾ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പൊ ക്രിസ് നോക്കുമ്പോൾ സെക്കൻഡുകൾ കുറഞ്ഞു വരികയാണ്. അത് 0 ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവൻ മരിച്ചു പോകും, അവനെ കൊന്നുകളയും ആ സിസ്റ്റം. എന്നാൽ ആ അവസാന നിമിഷത്തിൽ മെഡോക്സ് അവന്റെ കൈകളിലെ ആ ലോക്ക് റിമൂവ് ആക്കി കൊടുക്കുകയാണ്. അവനിപ്പോ ആ ഒരു ചെയറിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു ബിൽഡിംഗിലേക്ക് ഇടിച്ചു കയറിയ റോബ് ഒരു ഗണ്ണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബെറ്റി അവൻ ആ ഒരു ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. അതുപോലെ തന്നെ അവന്റെ കയ്യിൽ ഒരു റിമോട്ടും ഉണ്ട്. അവിടെ ഉണ്ടാകുന്ന 2-3 സെക്യൂരിറ്റി ഗാർഡിനെ അവൻ വെടിവെച്ച് കൊല്ലുകയാണ്. അടുത്തേക്ക് വന്ന എല്ലാവരെയും ഞാൻ വെടിവെക്കുന്നു പറയാം. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ക്രിസ് വരുന്നത്. ക്രിസ് വന്നപാടിനെ പറയുന്നുണ്ട്, ബെറ്റി ഒന്നും ചെയ്യരുത്, അവളെ വെറുതെ വിടുന്ന് പറയാണ്. ഇതേ സമയത്ത് റോബ് പറയാണ്, ഇല്ല, ഇവിടെ വെച്ച് ഇന്ന് നീതി നടപ്പിലാക്കാൻ പോകുന്നത് ഞാനാണ്. എന്റെ അനിയന് കിട്ടാത്ത നീതി അത് ഇനി ആർക്കും കിട്ടണ്ട. ഞാൻ ഈ സ്ഥലം ഇന്ന് തകർത്ത് തരിപ്പണമാക്കും. ഇതേ നേരം തന്നെ മെഡോക്സ് അവിടെ വരികയാണ്. മെഡോക്സ് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇപ്പൊ ഈ ഒരു റോബിനോട് സംസാരിക്കുന്നുണ്ട്. നിന്റെ അനിയൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന യാതൊന്നും ഉണ്ടായിരുന്നില്ല, അവനൊരു കുറ്റവാളിയാണെന്ന് തെളിഞ്ഞത് കൊണ്ട് മാത്രമാണ് അവനെ കൊന്നു കളഞ്ഞത്. അവനൊരു പെൺകുട്ടിയെ കൊന്നിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ റോബ് പറയണേ, ഇല്ല, അവൻ ആ പെൺകുട്ടിയെ കൊന്നിട്ടില്ല, നിങ്ങൾ ആ ഒരു പെൺകുട്ടിയെ അവൻ കൊന്നു എന്ന് പറയുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനുള്ള തെളിവുണ്ട്, അവന്റെ കയ്യിൽ ആ ഫോൺ ഉണ്ട്. ഇത് കേട്ടപ്പോ ഇപ്പൊ മെഡോക്സ് പറയണം, അങ്ങനെ ഒരു എവിഡൻസ് ഇവിടെ ആരും ഹാജരാക്കിയിട്ടില്ല, അതിനർത്ഥം നിന്റെ അനിയന്റെ കയ്യിൽ അങ്ങനെ ഒരു ഫോൺ ഇല്ല എന്നാണ്. പക്ഷേ റോബ് ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇല്ല, അവന്റെ കയ്യിൽ ആ ഒരു ഫോൺ ഉണ്ടാവും, കാരണം അവൻ അത് മേടിച്ച് കൊടുത്തത് തന്നെ ഞാനാണ്. അവന്റെ അനിയനെ നിങ്ങൾ എല്ലാവരും കൂടെ കൊന്നു കളഞ്ഞില്ലേ. ഒന്ന് ഇമോഷണൽ ആയ സമയത്ത് അവന്റെ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് മാറുകയാണ്. അപ്പൊ തന്നെ റോബിനെ ക്രിസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവന്റെ കയ്യിൽ ആ ഒരു റിമോട്ടും അതുപോലെ തന്നെ ഗണ്ണും മേടിച്ച് അവനെ ലോക്ക് ചെയ്യാണ്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ജാക്ലിനും വരുന്നുണ്ട് കേട്ടോ. എന്തായാലും റോബിനെ ഇവർ കീഴ്പ്പെടുത്തിയല്ലോ. പക്ഷേ റോബ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, അവന്റെ അനിയന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു, അത് എവിടെയെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ എവിഡൻസ് ഹാജരാക്കിയ സമയത്ത് അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അന്ന് ഡേവിഡിന്റെ ആ ഒരു കേസും അതിന്റെ ആ ഒരു തെളിവുകളും ഇതെല്ലാം ഡീൽ ചെയ്ത ആള് അത് ജാക്ലിൻ ആയിരുന്നു. സോ അന്നത്തെ കുറച്ച് വീഡിയോകളൊക്കെ എടുത്ത് കാണുന്ന സമയത്ത് ഇവിടെ വെച്ചൊരു കാര്യം കാണാണ്. ഈ ജാക്ലിൻ ഉണ്ടല്ലോ, ഡേവിഡിന്റെ ഒരു ഫോൺ അതാരും കാണാതെ കീശയിലേക്ക് എടുത്ത് അതൊരു പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ ചില വിഷ്വൽസ് ഇവർക്ക് കിട്ടി. അതോടുകൂടിയിട്ട് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ സിസ്റ്റത്തിന്, AI സിസ്റ്റത്തിന് അബദ്ധം പറ്റിയിരിക്കുന്നു. അത് കൊന്നിരിക്കുന്നത് ഒരു പാവത്തിനെയാണ്. ഇത് കണ്ട റോബ് പറയുന്നുണ്ട്, കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ എന്റെ അനിയൻ നിരപരാധിയാണെന്ന്. എല്ലാത്തിനും കാരണക്കാരിതാ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്ന ഈ ജാക്ലിനാണ്. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് അപ്പൊ നീതിയൊന്നും വേണ്ടേന്ന് റോബ് ചോദിക്കുകയാണ്. ഈ സമയത്ത് ക്രിസ് ഇപ്പോ ജാക്ലിനോട് ചോദിക്കുന്നുണ്ട്, സത്യം പറ, നീ എന്തിനാണ് ഇങ്ങനൊരു ചതി ചെയ്തത്? ആ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഡേവിഡ് ഒരു നിരപരാധിയാണെന്ന് ഇവിടുത്തെ ഈ ഒരു മേഴ്സി കോട്ടിന് മനസ്സിലാവുമായിരുന്നു, അവനെ കൊല്ലില്ലായിരുന്നു. എന്തിനാണ് ആ ചതി ചെയ്തതെന്ന് അവളോട് ചോദിക്കുകയാണ്. ആ നേരത്തെ ജാക്ലിൻ ഒട്ടും കൺവിൻസിങ് അല്ലാത്ത വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു റീസൺ പറയാണ്. അതായത് അവളുടെ ഹസ്ബൻഡ് ഒരുപാടധികം ക്രിമിനൽസിന്റെ ആക്ടിവിറ്റി കാരണം, അതിന്റെ ചില പ്രശ്നങ്ങൾ കാരണം മരണപ്പെട്ട ആളാണ്. സോ ഈ ക്രിമിനൽസിനെല്ലാം വളരെ വേഗത്തിൽ പണിഷ്മെന്റ് കിട്ടണം, അല്ലെങ്കിൽ വധശിക്ഷ കിട്ടണം. അതിനുവേണ്ടി ഇതുപോലെയുള്ളൊരു മേഴ്സി കോട്ട് എന്ന സംവിധാനം എത്രയും പെട്ടെന്ന് വരണം. അപ്പൊ അതിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ പ്രതിയായിട്ടുള്ള ഡേവിഡ്, അവൻ ഒരിക്കലും ഒരു നിരപരാധിയാണെന്ന് ആരും അറിയരുത്, അവൻ ശിക്ഷിക്കപ്പെടണം. എന്നാൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് മുന്നോട്ടേക്ക് പോവുള്ളൂ എന്നൊക്കെ ഒരു എന്താ പറയാ, ഒട്ടും അക്സെപ്റ്റബിൾ ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ അവൾ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരാളെ കൊന്നതിന് തുല്യമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ് ജാക്ലിൻ ചെയ്തിരിക്കുന്നത്. സോ അധികം വൈകാതെ അവൾ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അവളുടെ ഫാമിലിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു എന്ന് കരുതിയിട്ട് ബാക്കിയുള്ള ക്രിമിനൽസ് അവർ വേഗം ശിക്ഷിക്കപ്പെടാനായിട്ട് ഇങ്ങനെയൊരു സിസ്റ്റം വേഗം ഓണാകാൻ വേണ്ടിയിട്ട് ഒരു പാവത്തിനെ, നിരപരാധിയായിട്ടുള്ള ആളെ ബലി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സോ ജാക്ലിൻ ചെയ്തത് കൊലപാതകം പോലെ തന്നെയുള്ള ഒരു കുറ്റമാണ്. സോ എന്തായാലും അവൾ അറസ്റ്റ് ചെയ്തു, റോബിനെ അറസ്റ്റ് ചെയ്തു. അവർക്ക് ആവശ്യമായിട്ടുള്ള പണിഷ്മെന്റ് ഇനി എന്തായാലും കിട്ടാതിരിക്കില്ല. അതുപോലെ തന്നെ അവസാനമായിട്ട് ക്രിസ് ബെറ്റിയുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിക്കുകയാണ്. എന്തായാലും മകളെ ജീവനോട് കിട്ടിയല്ലോ. അതുപോലെ തന്നെ മെഡോക്സ് എന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് എവിഡൻസോട് കൂടിയിട്ട് നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും, ഒരു കേസിന്റെ വിധി പറയാനും കഴിയും. ഇവിടെ നീ ഉപയോഗിക്കുന്നത് വെറും ഇന്റലിജൻസ് മാത്രമാണ്, തെളിവുകൾ മാത്രം. എന്നാൽ അതിനുപരിയായിട്ട് ഓരോ കേസിലും വിധി പറയുന്ന സമയത്ത്
ഉപയോഗിക്കേണ്ട ഒരു ഹ്യൂമൻ ടച്ച് അത് നിനക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ കുറ്റവാളിയാണോ അല്ലയോ എന്ന് പറയാൻ നിന്നെ പോലൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം ഉപയോഗിച്ചാൽ ഇനി ശരിയാവില്ല. അത് വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യം മെഡോക്സ് മനസ്സിലാക്കുകയാണ് കേട്ടോ. സോ അവളുടെ ആ ഒരു സിസ്റ്റം അത് മുന്നോട്ടേക്ക് പോയാൽ ശരിയാവില്ല, അതൊരു ഫെയിലിയർ ആവും. ആദ്യം തന്നെ അവളുടെ സിസ്റ്റം കൊണ്ട് ഇല്ലാതാക്കിയത് ഒരു നിരപരാധിയായിരുന്നു. പിന്നീട് ഒരുപാട് ക്രിമിനൽസിനെ ഇത് വെച്ച് ശിക്ഷിച്ചെങ്കിലും ഒരു നിരപരാധി ഇത് കാരണം മരണപ്പെട്ടല്ലോ. സോ ഇങ്ങനെ ഒരു സിസ്റ്റം വേണ്ട. അതുകൊണ്ട് മെഡോക്സ് തന്നെ അവളെ സ്വയം ഷട്ട് ഡൗൺ ചെയ്യാണ്. പിന്നീട് ക്രിസ് മകളായിട്ടുള്ള ബെറ്റിയും കൂട്ടി നേരെ വീട്ടിലേക്കും പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ പടം തീരുകയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥയല്ലേ? ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.